നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. CPM അതിൻ്റെ രാഷ്ട്രീയ ലൈൻ തന്നെ പൊളിച്ചെഴുതേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ CPM എടുത്തേനെ. കാരണം ലീഗ് അടക്കമുള്ള പാർട്ടികളുമായിട്ട് ഒരു സമീപനം സ്വീകരിക്കുകയും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ സമീപനം സ്വീകരിച്ച് മലപ്പുറം, കോഴിക്കോട് മേഖലകളിൽ അധീശത്വം സ്ഥാപിക്കാനുള്ളൊരു ശ്രമമൊക്കെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അത് CPM പാർട്ടി വെച്ച് പുലർത്തിയതുമാണ്. പക്ഷേ ഇപ്പോൾ ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇനി പടിക്ക് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുള്ള തീരുമാനത്തിൽ ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുകയാണ് CPM. കേരള രാഷ്ട്രീയത്തിൽ നയം മാറ്റങ്ങളിലേക്ക് CPM ചുവടുവയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. രാഷ്ട്രീയ ലൈൻ ഒരു പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടുള്ള പാർട്ടിയുടെ ഒരു പുതിയ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവി, ആ തോൽവിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം കൈക്കൊണ്ടിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി UDFിലേക്ക് പോയത് കനത്ത തിരിച്ചടിയായിട്ട് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് പോലും. കാരണം ന്യൂനപക്ഷങ്ങളോട് ചായുന്നുവെന്നൊരു ആരോപണം അത് ശക്തമായതോടുകൂടി CPMൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകളും പാർട്ടിയെ കൈവിട്ടുപോയി എന്നാണ് പാർട്ടി കണ്ടെത്തൽ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു പുതിയ രാഷ്ട്രീയ ലൈനിലേക്ക് പാർട്ടി നീങ്ങണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പാർട്ടി എത്തുന്നത്. നയംമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ലീഗുമായിട്ട് ഇനി ഒരു സന്ധി ചെയ്യേണ്ട ആവശ്യമില്ല എന്നും SDPയോടുള്ള സമീപനം ലീഗിന് കൂടി ബാധകമാക്കണമെന്നും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ അതിനെ ഒരുമിച്ച് നേരിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ എടുത്തിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളോട് ചായുന്ന നിലപാട് അത് സ്വീകരിച്ചപ്പോഴൊക്കെ പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നുവെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ പോലും. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള CPM നീക്കങ്ങൾ അത് പിഴച്ചത് പാർട്ടിയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് അന്ന് വഴിവെച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളൊക്കെ ഒറ്റയടിക്ക് നഷ്ടമായതിൻ്റെ കാരണങ്ങൾ പാർട്ടി ഘടകങ്ങളിലൊക്കെ വിശദീകരിക്കാൻ CPMന് കഴിഞ്ഞിട്ടുമില്ല. ഇനി ഇത് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വഴിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പാർട്ടിയിൽ തെറ്റിതിരുത്തൽ പ്രക്രിയ നടക്കുമ്പോൾ തന്നെയാണ് നയങ്ങളിൽ സമ്പൂർണ്ണമായിട്ടുള്ള അഴിച്ചുപണി വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം. പക്ഷേ സമ്പൂർണ്ണമായിട്ടൊരു മാറ്റത്തിന് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി മാറുമോ? ഇപ്പോൾ ഒരു PV അൻവറിനെ പോലുള്ള ഈ CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയുള്ള പരീക്ഷണമാണ് എനിക്ക് തോന്നുന്നു ആദ്യം പാർട്ടി നിർത്തലാക്കേണ്ടത്. കാരണം പലപ്പോഴും പാർട്ടി ഇത്തരത്തിൽ സ്വതന്ത്രന്മാരെ ഉപയോഗിച്ചപ്പോഴൊക്കെ അവരുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും സ്വതന്ത്രന്മാർ മറ്റു പാളയങ്ങളിലേക്ക് പോകുക പതിവായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തത്? നമുക്കറിയാം, മലപ്പുറത്തിൻ്റെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് CPM അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPMന് നേതാക്കളില്ലാത്തത് കൊണ്ടോ CPMന് നിർത്താൻ സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ടോ അല്ല പുറത്തു നിന്ന് സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് അവരെ CPMൻ്റെ സ്വതന്ത്രന്മാരായിട്ട് നിർത്തി മത്സരിപ്പിക്കുന്നത്. പലപ്പോഴും അതിനകത്ത് ന്യൂനപക്ഷ പ്രീണനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് പാർട്ടി അടക്കം ഇപ്പോൾ മനസ്സിലാക്കുന്നു. അത് തിരുത്തേണ്ട സമയവുമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ PV അൻവറിനെ പോലുള്ളവർ പുറത്തു പോയാലും പാർട്ടിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇനിയെങ്കിലും പാർട്ടി മനസ്സിലാക്കേണ്ടത് PV അൻവറോ അല്ലെങ്കിൽ അതിനു മുൻപ് കൊണ്ടുവന്ന മറ്റുള്ളവരോ ആരാണെങ്കിലും ന്യൂനപക്ഷ പ്രീണനങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നവർ, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, പാർട്ടിയെ സ്വന്തം ചങ്കായി കരുതിയിരുന്നവർ പോലും ഇനിയൊരിക്കലും പാർട്ടിയോടൊപ്പം നിൽക്കില്ല എന്നുള്ള തീരുമാനമെടുത്താൽ പിന്നെ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമേ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുവാനുള്ള കരുത്ത് ഇതിൻ്റെ മേലാളന്മാർക്കുണ്ടാകണം എന്ന് മാത്രമാണ് ഈ തിരുത്തലിൻ്റെ ഭാഗമായി പറയാനുള്ളത്.